ഉണ്ണികൾക്കു 108 ഗുരുദേവ കഥകൾ. അധ്യായം 11. കടൽക്കരയിലെ ഏകാന്ത സഞ്ചാരി. നാണുവാശാനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മാതാപിതാക്കളും ഇടയ്ക്കിടെ വീടുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. പലവിധ വിഭവങ്ങൾ ഒരുക്കി വെച്ച് അദ്ദേഹത്തെ സൽക്കരിക്കുന്നതിനായി വീട്ടുകാർ കാത്തിരിക്കും. പക്ഷേ അദ്ദേഹം അവിടേക്കൊന്നും ചെല്ലാറില്ല. അത്തരം സൽക്കാരങ്ങളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ചിലപ്പോഴൊക്കെ നാണുവാശാൻ വഴിതെറ്റി വന്ന ഒരു മാലാഖയെപ്പോലെ ചില വീടുകളിൽ ചെല്ലാറുണ്ട്. സൽക്കാരത്തിന് വേണ്ടിയൊന്നുമല്ല, പിന്നെയോ കടലാടി അന്വേഷിച്ചാണ്. കടലാടി എന്നതൊരു പച്ചമരുന്നാണ്. പലരും അപ്പോൾ തന്നെ വീടിന്റെ വേലിപ്പടർപ്പിൽ നിൽക്കുന്ന കടലാടി പറിച്ച് നാണുവാശാന് കൊടുക്കും. കടലാടി കിട്ടിയാൽ ആശാൻ അപ്പോൾ തന്നെ അവിടത്തെ കുളത്തിൽ നിന്നോ കിണറ്റിൽ നിന്നോ വെള്ളം കോരി അത് നന്നായി കഴുകും. പിന്നെ വെട്ടിയെരിഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കും. എന്നിട്ട് ചോദിക്കും, വീട്ടുകാരെ, ഈ കടലാടി കഷ്ണങ്ങൾ ഒന്ന് കത്തിച്ചു തരാമോ? വീട്ടുകാർ അപ്പോൾ തന്നെ കടലാടി അടുപ്പിലിട്ട് കത്തിച്ചു കൊടുക്കും. എന്തിനാ ആശാനെ ഇത്? ചില വീട്ടുകാർ അന്വേഷിക്കും. ഞാൻ പല്ലു തേക്കാൻ ഉപയോഗിക്കുന്നത് കടലാടിക്കരിയാണ്. ചെറുചിരിയോടെ നാണുവാശാൻ ഇലയിൽ പൊതിഞ്ഞ കരിയുമായി നടന്നകലും. മിക്കവാറും രാത്രികളിൽ ആശാൻ വീടിന്റെ ഇറയത്താണ് ഉറങ്ങാൻ കിടന്നിരുന്നത്. അദ്ദേഹത്തോടൊപ്പം അന്തേവാസികളായ ചില ശിഷ്യന്മാരും കിടക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഉറക്കമുണർന്നു നോക്കുമ്പോൾ ആശാനെ അവിടെ കാണാറില്ലായിരുന്നു. ഇതെന്തുമായ? ഈ പാതിരാത്രികളിൽ അദ്ദേഹം എവിടെ പോകുന്നു? ശിഷ്യന്മാർക്ക് സംശയമായി. ഒരു നിലാവുള്ള രാത്രിയിൽ ശിഷ്യന്മാരിൽ ചിലർ ഇത് കണ്ടുപിടിക്കാനായി ഉറങ്ങാതെ കാത്തിരുന്നു. പാതിരാവായപ്പോൾ നാണുവാശാൻ ഉണർന്ന് നിലാവിലൂടെ കടൽ തീരം ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നത് ശിഷ്യന്മാർ കണ്ടു. അവർ അദ്ദേഹത്തെ വളരെ രഹസ്യമായി പിന്തുടർന്നു. അദ്ദേഹം നടന്ന് വേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാറക്കൂട്ടത്തിനു മുകളിലേക്ക് കയറി. 1000 കാന്താരി പൂത്തിറങ്ങിയ ആകാശപന്തലിനു കീഴിൽ അദ്ദേഹം ഏകനായി ഇരുന്നു. അങ്ങകലെ കടൽ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. കുറേ നേരം പാറക്കൂട്ടത്തിനു മുകളിൽ ഇരുന്ന ശേഷം നാണുവാശാൻ കടൽ തീരത്തേക്ക് ഇറങ്ങി. കുറേ നേരം കടലലകളിലേക്ക് കണ്ണും നട്ടു നിന്നു. പിന്നെ കടൽ തീരത്തുകൂടി അലസമായി നടന്നു. പ്രഭാതം പൊട്ടിവിരിയും മുമ്പാണ് അദ്ദേഹം അവിടെ നിന്നു തിരിച്ചു പോയത്. വീട്ടിലെത്തിയ ഉടനെ കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി. കൃത്യസമയത്തു തന്നെ നാണുവാശാൻ കളരിയിലെത്തി. അദ്ദേഹത്തെ പിന്തുടർന്നു പോയ ശിഷ്യന്മാർക്ക് ഇതെല്ലാം കണ്ട് അത്ഭുതം തോന്നി. തങ്ങളുടെ ഗുരുദേവനിൽ പരമമായ ഈശ്വര ചൈതന്യം കളിയാടുന്നുണ്ടെന്ന് അതോടെ അവർക്ക് ബോധ്യമായി. ഏകാന്തത തേടിയുള്ള നാണുവാശാന്റെ സഞ്ചാരവും നിതാന്തമായ പ്രാർത്ഥനകളും തുടർന്നുകൊണ്ടേയിരുന്നു. ശേഷം ഭാഗം തുടരും.